ഹായ്. ഇപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ അൻവിക്കുട്ടനാണിത്. അൻവിക്കുട്ടൻ എല്ലാവരും ഒന്ന് കണ്ടോ? ഇതാണ് ഞങ്ങളുടെ അൻവിക്കുട്ടൻ. അപ്പോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് ആൾ കുറച്ച് ഡള്ളാണ്. ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പരിപാടിക്ക് പോവാണ്. അതായത് അൻവിക്കുട്ടൻ്റെ 1 വയസ്സ് തികഞ്ഞു. അപ്പോൾ അൻവിക്കുട്ടനൊരു മുടി വടിക്കുന്ന ഒരു പരിപാടി, 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് സാറിന് വടിക്കാറ്, വടിക്കുന്നൊരു പരിപാടിക്ക് പോവാണ്. അപ്പോൾ ഇനി ആളുടെ ഷേപ്പൊക്കെ മാറി, ഇതാണ് ഷേപ്പ്. അപ്പോൾ ഈ ഷേപ്പൊക്കെ മാറി ഞങ്ങൾ മുട്ടയാക്കാൻ പോവാണ്, മുട്ടക്കുട്ടനാക്കാൻ പോവാണ്. അപ്പോൾ അത് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അമ്പലത്തിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. കേരള പഴനി എന്ന് പറയുന്ന ഒരു അമ്പലം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടെന്നറിഞ്ഞു. അപ്പോൾ അത് വൈഫ് ഹൗസിന്റെ അടുത്താണ്. ആമ്പല്ലൂർ റൂട്ട് പോയിട്ട് കറക്റ്റ് സ്ഥലം എവിടെയായിരുന്നു? ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന റൂട്ട് പോയി കഴിയുമ്പോൾ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ അമ്പലം. കേരള പഴനി എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കിട്ടും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലമാണ്. അമ്പലത്തിന്റെ പേര് ചോച്ചേരിക്കുന്ന് ടെമ്പിൾ എന്നും പറയും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അമ്പലത്തിന്റെ ഭംഗിയെ കാണിച്ചു തരാൻ ശരിക്കും ഒരു പഴനി അമ്പലത്തിന്റെ സ്റ്റൈലുള്ള ഒരു അമ്പലമാണ്. അത്ര സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫോട്ടോ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആമ്പല്ലൂർ സിഗ്നലാണ്. ആമ്പല്ലൂർ സിഗ്നലിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിയണം. റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ചിമ്മിനി ഡാം പോകുന്ന റൂട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആമ്പല്ലൂർ ചിമ്മിനി ഡാമിൻ്റെ ബോർഡൊക്കെ കാണാം. ഇതാണ് ആമ്പല്ലൂർ പാലപ്പിള്ളി റോഡ്. ഇതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ അമ്പലം എത്തി. ആദ്യം തന്നെ നമ്മൾ ഗണപതി കോവിലാണ് പോയത്. അമ്പലത്തിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഗണപതി കോവിൽ. അവിടെ പോയിട്ട് നമ്മൾ പേരും നാളുമൊക്കെ പറഞ്ഞ്, നാളികേരമാണ് അവിടുത്തെ വഴിപാട്, അത് നമ്മൾ ഉടച്ചിട്ട് വേണം നമ്മുടെ ബാക്കിലെ വഴിയായ ഈ കയറ്റം കയറി നമ്മുടെ കേരള പഴനി എന്ന അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ആ പോകുന്ന റൂട്ട്. ഫസ്റ്റ് ഗിയറിൽ മാത്രം പോകാമെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. നമ്മൾ മുകളിലെത്തിയപ്പോൾ ഇതാ നല്ല വ്യൂ ആണ്. ഞങ്ങളവിടെ എത്തുന്നത് ഒരു 8:30 സമയത്താണ്. തൃശ്ശൂർ ടൗൺ മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാം. രാത്രിയൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുണ്ട്. നമ്മളത് കയറിയില്ല, ബാക്കിലുള്ള വഴി കൂടെയാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഞായറാഴ്ചയാണ് വന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ പണി കുറേയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറേ കൊത്തുപണികളും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവിടുത്തെ വഴിപാടിൻ്റെ ഒരു ലിസ്റ്റ്. ഒരുപാട് വഴിപാടുണ്ട് അവിടെ. സുബ്രഹ്മണ്യൻ്റെ അമ്പലം ആയതുകൊണ്ട് ഒരുപാട് സ്പെഷ്യൽ വഴിപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. മുണ്ടനം ആണ് അവിടുത്തെ മെയിൻ വഴിപാട്. അതായത് കുട്ടികളുടെ മുടി വടിക്കുന്നതാണ് മെയിൻ വഴിപാട് അവിടുത്തെ. അപ്പം ഞാനും അൻവിക്കുട്ടിയും കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. മുണ്ടനപ്പുരയിലേക്ക് പോകുന്ന ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 3-4 ചേട്ടന്മാർ നിന്ന് മുടി വടിക്കുന്നുണ്ട് കുട്ടികളുടെ. അപ്പോൾ ഞങ്ങൾക്കൊരു ടോക്കണൊക്കെ കിട്ടി. ഈ ടോക്കൺ ഞങ്ങളുടെ 48 അത് വെച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം ആ ക്യൂവിൽ. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ടൊരു കുഞ്ഞിൻ്റെ മുടി വടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞാനും അൻവിയും കൂടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ 46 ടോക്കൺ കഴിഞ്ഞ് ഞങ്ങൾ 48 കയറി. അപ്പോൾ ഈ ചേട്ടനെയാണ് ഞങ്ങൾക്ക് മുടി വടിക്കാനായിട്ട് കിട്ടിയത്. നല്ല എക്സ്പീരിയൻസൊക്കെ ഉള്ള ആളാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പെട്ടെന്നാണ് മുടി വടിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റ് ഒക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരാളുടെ മുടി വടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അൻവിക്കുട്ടിയുടെ തല ഒരു കാടായിരുന്നു, അത് വെട്ടി ഇറക്കുകയാണ് നമ്മൾ. അപ്പോൾ ആൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ക്ഷമയോടുകൂടി ഇരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് കരഞ്ഞു പൊളിക്കുമെന്നാണ്. പക്ഷേ കുഴപ്പമില്ല. അവസാനമായപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചേട്ടൻ ട്രിമ്മർ ഓൺ ചെയ്തപ്പോൾ ആ ഒച്ച കേട്ട് ആളൊന്ന് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് കുളിപ്പിച്ചെടുക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് ആളുടെ മുട്ടയടിച്ചിട്ടുള്ള രൂപം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തട്ട്, അതിൽ വേലൊക്കെ വെച്ച് തരും. അതുപോലെ കാവടി എടുക്കാം. ഇതിന് എല്ലാത്തിനും കൂടി 451 രൂപയാണ് വഴിപാട് ഫീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അൻവിക്കുട്ടിയുടെ തല മുട്ടയടിച്ച് അകത്തൊക്കെ കയറി ദർശനമൊക്കെ നടത്തി തലയിൽ മഞ്ഞൾ തേച്ച് നിൽക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരുപാട് കാവടി ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഒരു 50 പിള്ളേരുടെ അടുത്ത് തലമുണ്ടനം ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവരും കാവടിയൊക്കെ എടുത്ത് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങനെ നല്ല രീതിക്ക് ആ ഒരു വഴിപാട് നടത്തി. നല്ല അമ്പലവും നല്ല ആംബിയൻസുമാണ്. ശരിക്കും ഒരു പഴനി മോഡൽ അമ്പലം തന്നെയാണ്. മുണ്ടനവും കാവടിയെടുക്കലും അങ്ങനെ എല്ലാ വഴിപാടും പഴനി പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇത് ചേച്ചി വീട്ടിൽ വന്നിട്ടുള്ള ചേച്ചിയുടെ എക്സൈറ്റ്മെൻ്റാണ് അൻവിക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. തല മുട്ടയടിച്ചിട്ട് ആൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ കാണാൻ വേണ്ടി ഈഗർലി വെയിറ്റിംഗ് ആണ് ലച്ചു ചേച്ചി.
അപ്പം എല്ലാവർക്കും ബായ്.